ഹലോ ഡിയർ ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ ഓത്ത് ഓഫ് സാലിസ്ബറി യൂണിറ്റ് 4 തന്നെയാണ്. യൂണിറ്റ് 4 നോർമൻ കോൺക്വസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഓത്ത് ഓഫ് സാലിസ്ബറി. അപ്പോൾ ഓത്ത് ഓഫ് സാലിസ്ബറി എന്ന് പറയുന്നത് 1086 AD അത് നടക്കുന്നത്. ഇനി എന്താണ് ഓത്ത് ഓഫ് സാലിസ്ബറി? ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഇവൻറ്റ് ഓഫ് 1086 AD when William first summoned his tenants in chiefs and land owning men to Old Sarum അല്ലെങ്കിൽ സാലിസ്ബറി where they swore allegiance to him. അതായത് വില്യം ഫസ്റ്റ് അവരുടെ വില്യമിൻ്റെ ടെനൻസ് ഇൻ ചീഫും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ടെനൻസ് ഇൻ ചീഫും ലാൻഡ് ഓണേഴ്സിനെ കൊണ്ടൊക്കെ പ്രതിജ്ഞ എടുപ്പിച്ചതാണ് ഈ ഓത്ത് ഓഫ് സാലിസ്ബറി എന്നുകൊണ്ട് മീൻ ചെയ്യണത്. ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് വില്യം ടു അസേർട്ട് ഹിസ് പവർ ഓവർ ദി ഇംഗ്ലീഷ് ആൻഡ് നോർമൻ അരിസ്റ്റോക്രസി. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് വില്യം ഈ ഒരു ഓത്ത് എടുപ്പിച്ചിട്ടുള്ളത് അവരോട്? അതൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് മെഷറായിരുന്നു ആരുടെ? വില്യമിൻ്റെ. കാരണം ആ അധികാരം സ്ഥാപിക്കുക, നോർമൻ അരിസ്റ്റോക്രസിയുടെ മേലെയും ഇംഗ്ലീഷുകാരുടെ മേലേക്ക് ആ ഒരു അധികാരം ഉറപ്പ് വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വില്യം ഫസ്റ്റ് ഈ ഓത്ത് ഓഫ് സാലിസ്ബറി ചെയ്തിട്ടുള്ളത്. The prime aim of this oath was to affirm the power and prestige of the sovereign. അപ്പോൾ ഇതിലൂടെ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താ? പവർ, ആ അധികാരം, ആ പ്രസ്റ്റേജ്, ഇതൊക്കെ ഉറപ്പ് വരുത്തുക എന്നുള്ളതായിരുന്നു വില്യമിൻ്റെ എയിം. ത്രൂ ദിസ് ഓത്ത് വില്യം മെയ്ഡ് ഓൾ ദ ലാൻഡ് ഓണിംഗ് മെൻ ഓഫ് പ്രോപ്പർട്ടി ഓൾ ഓവർ ഇംഗ്ലണ്ട് സ്വെയർ ഫെൽറ്റി ടു ഹിം. ഈ ഒരു ഓത്തിലൂടെ വില്യം അവിടെയുള്ള ഇംഗ്ലണ്ടിലുള്ള എല്ലാ ലാൻഡ് ഓണേഴ്സിൻ്റെയും എല്ലാവരും തന്നെ, എല്ലാ ലാൻഡ് ഓണേഴ്സും ടെനൻസും ഒക്കെ എൻ്റെ കീഴിലാണ്, വില്യമിൻ്റെ കീഴിലാണ് എന്നുള്ള ആ ഒരു ഉറപ്പും കൂടെ ഈ ഒരു ഓത്തിലൂടെ അദ്ദേഹം നേടിയെടുക്കുകയാണ്. ദ ഓത്ത് വാസ് ഡിമാൻഡഡ് അറ്റ് എ ടൈം ഓഫ് ക്രൈസിസ് വെൻ വില്യം ഫേസ് റിവോൾട്ട് ആൻഡ് ഇൻവേഷൻ. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ക്രൈസിസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വില്യമിന് ഒരു റിവോൾട്ടും മറ്റ് രാജ്യങ്ങളുടെ ഇൻവേഷനും ഒക്കെ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓത്ത് എടുക്കുന്നത്. സ്കോളേഴ്സ് ഓൾവേസ് കണക്ട് ദിസ് ഇവൻറ്റ് ഇൻ റിലേഷൻ ടു ഇംഗ്ലീഷ് ഫ്യൂഡലിസം. അപ്പോൾ ഇംഗ്ലീഷ് ഫ്യൂഡലിസത്തോട് ഒരു കണക്ട് ചെയ്യുന്ന ഒരു കാര്യം ആയിട്ടാണ് ഹിസ്റ്റോറിയൻസും സ്കോളേഴ്സൊക്കെ ഈ ഒരു ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ഓത്തിനെ കാണുന്നത്. സം റിഗാർഡ് ദിസ് സ്ട്രൈക്കിംഗ് ഇവൻറ്റ് ആസ് ദി ഫോർമൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്യൂഡലിസം ഇൻ ഇംഗ്ലണ്ട്. ചില സ്കോളേഴ്സ് ഇതിനെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നുണ്ട്. ബട്ട് W. Stubbs in his book Constitutional History of England denied this argument and proved that the Salisbury Oath was an act of homage by all nobles and aristocrats. അപ്പോൾ W. Stubbs പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എന്ന ബുക്കിൽ ഈ ഒരു ആർഗ്യുമെൻറ്റിനെ ഡിനൈ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? സാലിസ്ബറി ഓത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഹോമേജ്. എല്ലാ നോബിൾസും അരിസ്റ്റോക്രാറ്റ്സൊക്കെ നടത്തുന്ന ഹോമേജ് ആയിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ലോഡിന് എല്ലാം സറണ്ടർ ചെയ്യുന്ന, സബ്മിറ്റ് ചെയ്യുന്ന, ആ ഒരു എല്ലാം അടിയറവ് വയ്ക്കുന്ന ഒരു രീതിയായിട്ടാണ് ആര് പറയുന്നത്? W. Stubbs പറയുന്നത്. Through this oath of alliance, all nobles and landowners were asked to pledge homage before William. അപ്പോൾ ഈ ഒരു ഓത്തിലൂടെ വില്യമിൻ്റെ മുൻപിൽ എല്ലാം അടിയറവ് വയ്ക്കുകയാണ്, അവിടുത്തെ നോബിൾസും ലാൻഡ് ഓണേഴ്സും ഒക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവത്തെയാണ് ഓത്ത് ഓഫ് സാലിസ്ബറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് നോട്ടിനൊക്കെ 2 മാർക്സിൻ്റെ ഒക്കെ ആയിട്ടാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡൂംസ്ഡേ ബുക്ക്. ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാനുസ്ക്രിപ്റ്റ്, ഒരു റെക്കോർഡ് ഓഫ് ദി ഗ്രേറ്റ് സർവേ ഓഫ് മച്ച് ഓഫ് ഇംഗ്ലണ്ട് കംപ്ലീറ്റഡ് ഇൻ 1086, പ്രിപ്പയർഡ് ആസ് പെർ ദ ഓർഡേഴ്സ് ഓഫ് വില്യം ദ കോൺക്വറർ. വില്യംൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രേറ്റ് സർവേ ആണ്, ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു സർവേ ആണ് ഈ ഡൂംസ്ഡേ ബുക്ക് എന്നതിലൂടെ പറയുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ വില്യം ഓഫ് കാലൈസ്, എ ഫ്രഞ്ച് ലോയർ. ഇത് എഴുതിയതും
ഒരു ഫ്രഞ്ച് ലോയറായിട്ടുള്ള വില്യം കാലൈസ് എന്ന് പറയുന്ന ഒരാളാണ്. ദ പേർപ്പസ് ഓഫ് വില്യം ടു കണ്ടക്ട് സച്ച് എ ഹ്യൂജ് സെൻസസ് വാസ് ടു സ്ട്രെങ്തൻ ഹിസ് ഹോൾഡ് ഓൺ ദി ഫ്യൂഡൽ ലോർഡ്സ് ആൻഡ് ദ സബോർഡിനേറ്റ്സ്. അപ്പോൾ ഈ ബുക്ക് രൂപപ്പെടുത്തിയതിൻ്റെ പിന്നിലും അല്ലെങ്കിൽ ഇങ്ങനെയൊരു സർവേ അല്ലെങ്കിൽ സെൻസസിൻ്റെ പിറകിലും വില്യമിൻ്റെ എയിം അല്ലെങ്കിൽ ആ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹോൾഡ് ഫ്യൂഡൽ ലോർഡ്സിൻ്റെ മേലും അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ മേലൊക്കെ അദ്ദേഹത്തിൻ്റെ ഹോൾഡ് ഉറപ്പിക്കുക അല്ലെങ്കിൽ അതൊന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. വില്യം വാണ്ടഡ് ടു റേസ് ടാക്സ് ടു പേ ഫോർ ഹിസ് ആർമി. അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും ആർമിയുടെ ചിലവുകളും ഒക്കെ നടത്തി കൊണ്ടുപോകുന്നതിനായിട്ട് പൈസ വേണം. അപ്പോൾ അതിനായിട്ട് ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് മുന്നാണ് ഈ ഒരു സർവേ എടുക്കണം. അപ്പോൾ എത്ര വെൽത്ത് ഉണ്ട്, എങ്ങനെയാണ് ആ രാജ്യത്തിൽ എന്തൊക്കെ ഇൻകം ഉണ്ട് എന്നൊക്കെ ഈ ഒരു സർവേയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അവിടെയുള്ള പ്രജകളുടെ ഇക്കണോമിക് കണ്ടീഷൻ എത്രയാണെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡൂംസ്ഡേ ബുക്കിൽ 13,418 സെറ്റിൽമെൻറ്റ്സ് ഇൻ ദ ഇംഗ്ലീഷ് കൗണ്ടീസ് സൗത്ത് ഓഫ് ദി റിവർ റിബിൾ ആൻഡ് ടീസ്. അപ്പോൾ ഈ ഒരു ബുക്കിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയത് 13,418 സെറ്റിൽമെൻറ്റ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. എവിടെ മാത്രമാണ്? റിബിളുടെയും ടീസിൻ്റെയും സദേൺ പാർട്ടിൽ. ആൻഡ് അഗെയിൻ ദ ബുക്ക് സെർവ് ടു പർപ്പസസ്, ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ. രണ്ട് പർപ്പസാണ്, ഒന്ന് ഫിസിക്കൽ പർപ്പസും അതുപോലെ തന്നെ ഒന്ന് പൊളിറ്റിക്കൽ പർപ്പസും. പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്പ് വില്യം ഫസ്റ്റ് ടു മേക്ക് ഹിംസെൽഫ് സുപ്രീം. അപ്പോൾ പൊളിറ്റിക്കലി അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വില്യമിൻ്റെ ആ ഒരു പവർ, അധികാരം ഒന്നും കൂടെ അദ്ദേഹം സുപ്രീം ആണെന്നുള്ളത് വരുത്താനായിട്ട്. അറ്റ് ദ സെയിം ടൈം ദ സർവേ ഹെൽപ്പ് ദ കിങ് ടു അസർട്ടൈൻ ദ ടാക്സ് വാസ് ഡ്യൂ ടു ഹിം ഫോർ എവറി ലാൻഡ് ഹോൾഡർ ഇൻ ഹിസ് റെലം. അപ്പോൾ ഇതിൽ എല്ലാ ലാൻഡ് ഹോൾഡറും, ലാൻഡ് ഓൺ ചെയ്യുന്ന എല്ലാവരും ടാക്സ് പേ ചെയ്യണം എന്നുള്ളതും ഇതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ദ ഇൻഫർമേഷൻ ഇൻ ദ സർവേ വാസ് കളക്റ്റഡ് ബൈ റോയൽ കമ്മീഷണേഴ്സ്. റോയൽ കമ്മീഷണേഴ്സാണ് ഈ സർവേയുടെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇംഗ്ലണ്ട് മുഴുവനായിട്ടും പോണു, എന്നിട്ട് ഈ സർവേ കളക്ട് ചെയ്യണം. ദിസ് റോയൽ കമ്മീഷണേഴ്സ് ക്യാരിഡ് വിത്ത് ദം എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് പുട്ട് ദം ടു എ ജൂറി ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഈച്ച് കൗണ്ടി. ഇപ്പോൾ ഈ റോയൽ കമ്മീഷണേഴ്സിൻ്റെ കൈവശം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവരത് ജൂറിയുടെ മുൻപിൽ റെപ്രസെൻറ്റേറ്റീവ്സ്, ഈ കൗണ്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് മുൻപാകെ സമർപ്പിക്കുകയാണ്. ദിസ് ഫാസിനേറ്റിംഗ് ഡോക്യുമെൻറ്റ് ഗീവ്സ് എ വാല്യുബിൾ ഇൻസൈറ്റ് ഇൻ ടു ലാൻഡ് യൂസ് അറ്റ് ടൈം. അപ്പോൾ ഇതിലൂടെ അവർക്ക് അന്നത്തെ ലാൻഡ് യൂസ് ചെയ്യുന്ന ലോക്കൽ ലാൻഡ് ഓണേഴ്സിൻ്റെ ലൈഫിനെ കുറിച്ച്, നൈബേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് വരെ അവർക്ക് ഈ ഒരു സർവേയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഡൂംസ്ഡേ ബുക്കിന് 2 വോള്യൂമാണ് ഉള്ളത്. വോള്യൂം 1 എന്ന് പറയുന്നത് ഗ്രേറ്റ് ഡൂംസ്ഡേ എന്നുള്ളതും, ഇതിൽ ഈ ഗ്രേറ്റ് ഡൂംസ്ഡേയിൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫൈനൽ സമ്മറൈസ്ഡ് റെക്കോർഡ് ടു ഓൾ കൗണ്ടീസ്. എല്ലാ കൗണ്ടീസിൻ്റെയും സമ്മറൈസ് ചെയ്തിട്ടുള്ള റെക്കോർഡാണ് ഇതിൽ പറയുന്നത്. വോള്യൂം ഫസ്റ്റ് ഗീവ്സ് ഡീറ്റെയിൽസ് അബൌട്ട് എ റോൾ ഓഫ് ഹോൾഡേഴ്സ് ഓഫ് ലാൻഡ് ഇൻ ഈച്ച് കൗണ്ടി. അതിൽ പിന്നെ പറയുന്നത് എന്താണ്? ലാൻഡ് ഓണേഴ്സ്, പിന്നെ ലിസ്റ്റ് ഓഫ് ഫ്യൂഡൽ മാനേഴ്സ്, അതിൻ്റെ പേരുകൾ, 1066 to 1086 വരെയുള്ള ലാൻഡ് ഓണേഴ്സ്, അവരുടെ വീടുകൾ, അവരുടെ വരുമാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പ്ലഫിംഗ് കപ്പാസിറ്റി എത്രയുണ്ട്, അഗ്രികൾച്ചർ വർക്കേഴ്സ് എത്രയുണ്ട്, അവർക്ക് എത്ര ഫിഷ് പോണ്ടുകളുണ്ട്, മറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു ഫസ്റ്റ് വോള്യൂമിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്കൻഡ് വോള്യൂം എന്ന് പറയുന്നത് ലിറ്റിൽ ഡൂംസ്ഡേ ആണ്. ഇത് ഡീറ്റെയിൽഡ് സർവേ ആണ്. എസെക്സ്, നോർഫോക്ക്, സഫോക്ക് എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തിൻ്റെ ഡീറ്റെയിൽഡ് സർവേ ആണ് നടക്കണം. അപ്പോൾ ഇതിൽ ദ സർവേസ് ഓഫ് ഇമ്മെഷറബിൾ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഈ ഹിസ്റ്റോറിയൻസിന് ഈ ആംഗ്ലോ നോർമൻ ഇംഗ്ലണ്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയാൻ ഈ ഒരു ബുക്ക് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. And it acquired the name Domesday Book because of the huge amount of information that was contained in it. അപ്പോൾ ഡൂംസ്ഡേ ബുക്ക് എന്ന് അതിന് പറയാൻ എന്താ കാരണം? ഒരുപാട് ഇൻഫർമേഷൻ ഇതിലൂടെ
ഹിസ്റ്റോറിയൻസിന് കിട്ടിയിട്ടുണ്ട്. Currently it is kept in specially made chest at London's Public Record Office, Kew, England. അപ്പോൾ ഇപ്പോഴും ആ ബുക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ലണ്ടൻസ് പബ്ലിക് റെക്കോർഡ് ഓഫീസിലാണ് ഈ ഡൂംസ്ഡേ ഡേ ബുക്ക് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡൂംസ്ഡേ ബുക്കും ഡൂംസ്ഡേ ബുക്ക് ആൻഡ് ഓത്ത് ഓഫ് സാലിസ്ബറി ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുക. എന്നിട്ട് ഇതിൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് മെയിൻ പോയിൻറ്റ്സൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അറിയുള്ളൂ. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ ഷോർട്ട് നോട്ട്, പിന്നെ എസ്സേ, പാരഗ്രാഫ്, അങ്ങനെ ആ ഒരു രീതിയിലാണല്ലോ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ആ ഒരു ഇതിൽ 2 മാർക്സിൻ്റെ എന്ന് പറയുമ്പോൾ അത്രയും ഒരു 2 or 3 സെൻറ്റൻസസ് വരുന്ന പോലെ എഴുതുക. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ 1.5 പേജിന് എഴുതുക. പിന്നെ എസ്സേ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഒരു ടോപ്പിക് വൈസ് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക.